ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടൂർ പോയ ഐശ്വര്യയും മാലിനിയും ഉടൻ തന്നെ തിരിച്ചു വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ശ്യാമ വീട്ടിൽ നിന്നും രാധികയെ പറഞ്ഞയച്ചിട്ട് പർദ്ദയൊക്കെ മാറ്റി ഐശ്വര്യയുടെ മുന്നിൽ പഴയ രൂപത്തിൽ ശ്യാമയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു. ശ്യാമയുടെയും അമൃതയുടെയും മുഖം കണ്ടിട്ട് തന്നെയാണ് ഐശ്വര്യയ്ക്ക് ആ ഒരു സംശയമുണ്ടായിരിക്കുന്നത്. ശ്യാമയ്ക്ക് വല്ലാത്ത ടെൻഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് മനസ്സിലാക്കിയതും. നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന് മാലിനിയോട് പറയുകയാണ് ഐശ്വര്യ. ഞാനിനിയിപ്പോൾ ഇവിടെ തന്നെ കാണും, യാത്ര ക്യാൻസലായി പോയി എന്നും ഐശ്വര്യ അവരോട് പറയുന്നു. അമൃത ശ്യാമയോട് പറയുന്നു, ഇനി ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും വേണ്ട. ഐശ്വര്യയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അഖിൽ സാറിനെ ഒന്ന് കാണണം, അത്രയും ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതെന്തായാലും സംഭവിച്ചല്ലോ. ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് പ്രിയങ്ക അവിടെ ഒരു കുഴി എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് കുപ്പിച്ചിലിട്ടു. എന്നിട്ട് മണ്ണിട്ട് മൂടുകയാണ്. കുറച്ച് മാത്രമാണ് മണ്ണിട്ടിരിക്കുന്നത്. ഒന്നും അറിയാത്ത ഭാവത്തിൽ കൈ കഴുകുകയും ചെയ്തു. 2 ചെടി അരികിൽ വെച്ചിട്ടുണ്ട്. ആ സമയം രാധിക അവിടേക്ക് വരുന്നുണ്ട്. പ്രിയങ്ക രാധികയെ വിളിക്കുകയാണ്. ചേച്ചി, ഇത് എവിടെയായിരുന്നു? ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാമോ? 1-2 പുതിയ ചെടികൾ കിട്ടിയിട്ടുണ്ട്, അതേ ഒന്ന് നട്ടുവെക്കാനാണ് എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു, എന്നാ പിന്നെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ, മാറ്റിയിട്ടിട്ട് വരാമെന്ന്. അതൊന്നും വേണ്ട, ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതെപ്പോഴാണ് നിനക്ക് ചെടികളോട് താല്പര്യം തോന്നി തുടങ്ങിയത്? വീട്ടിൽ ചെടിക്ക് ഒരിച്ചിരി വെള്ളം ഒഴിക്കാൻ പറഞ്ഞാൽ പോലും ബഹളം ഉണ്ടാക്കുന്ന ആളല്ലേ നീ? പ്രിയങ്ക പറയുന്നു, ഇവിടെ വെറുതെ ഇരുന്ന് എനിക്ക് ബോറടിച്ചു. നമ്മുടെ വീട്ടിലാണെങ്കിൽ എല്ലായിടത്തും ഇറങ്ങി നടക്കാൻ പറ്റുമോ? നിത്യേനെ അമ്പലത്തിലേക്ക് പോകാൻ സാധിക്കോ? രാധിക പറയുന്നു, അതൊന്നും ഇല്ലെങ്കിൽ എന്താ, നിത്യേനെ സന്തോഷിക്കാനുള്ള വക സ്വയം കണ്ടെത്തിയാൽ പോരെ. അതിലൊരു വഴിയാണ് ഇത്. പ്രിയങ്ക ആ ചെടി എടുത്തോണ്ട് വരുന്നു. എന്നിട്ട് രാധികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ചേച്ചി ഇതൊന്ന് പിടിച്ച്, ആ കൈക്കോട്ട് പിടിച്ച്, എനിക്ക് കൈ വേദനിക്കുന്നു. രാധിക പറയുന്നു, ചെയ്ത് ശീലിക്കണം, തടി അനങ്ങാതെ കർഷകനാകാൻ സാധിക്കില്ല. അങ്ങനെ രാധിക തൊട്ടപ്പുറത്തുമായി ഒരു കുഴി എടുക്കുന്നുണ്ട്. അതിനിടയിൽ പ്രിയങ്ക ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പ്രിയങ്കയുടെ കയ്യിലിരിക്കുന്ന ചെടി ആ ഒരു കുഴിയിൽ നട്ടുവെക്കുന്നു. ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ പ്രിയങ്ക പറയുന്നു, ദേ അത് അവിടെ എടുത്ത് നട്ടാൽ മതി, കൈ വേദനിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കുഴിച്ചിട്ട് നിർത്തിയതാണ്. മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷേ മടി ഇങ്ങോട്ട് പോകുന്നില്ല അല്ലേ എന്നൊക്കെ രാധിക പറയുന്നുണ്ട്. അങ്ങനെ ആ കുഴിയിൽ കൈക്കോട്ട് എടുക്കുന്നതിന് മുമ്പ് ആദ്യം കൈകൊണ്ട് ആ മണ്ണ് മാറ്റുകയാണ് രാധിക. പ്രിയങ്ക ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതിനിടയിൽ കുപ്പിച്ചിലുണ്ട്. അതിൽ കുറച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ രാധികയുടെ കൈ മുറിയുന്നു. ഇങ്ങോട്ട് കാണിച്ച് ഈ മരുന്നടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഏതോ ഒരു എടുത്ത് അടിച്ചു കൊടുക്കുകയാണ് രാധികയുടെ കയ്യിൽ. എന്നാൽ ആ മരുന്ന് കൂടി അടിച്ചപ്പോൾ വല്ലാത്ത നീറ്റലാണ് ഉണ്ടാവുന്നത്. പെട്ടെന്ന് മാറും ചേച്ചി എന്ന് പ്രിയങ്ക പറയുന്നു. നീറ്റൽ കൊണ്ട് രാധികയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. എന്ത് പറ്റിയെന്ന് ചോദിച്ച് വരുൺ അവിടേക്ക് വന്നു. ചെടിക്കൊരു കുഴിയെടുക്കാൻ നോക്കിയതാ, കുപ്പിച്ചില് കൊണ്ടുപോയെന്ന് രാധിക വരുണിനോട് പറഞ്ഞു. കുഴിയിൽ എങ്ങനെ കുപ്പിച്ചില്? അതെങ്ങനെ കാണും അവിടെ എന്നൊക്കെ വരുൺ ചോദിക്കുന്നു. രാധികയുടെ കയ്യിൽ നിന്നാണെങ്കിൽ ബ്ലഡ് വരുന്നുണ്ട്. വരുൺ എന്തിനാ ഇതിൽ ഇടപെടുന്നത് എന്ന് പ്രിയങ്ക ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ലേ? ഇതാണോ ചെറിയ കാര്യമെന്ന് വരുൺ. അവിടേക്ക് പത്മിനിയും വന്നു. ഇതിന്റെ കയ്യിൽ വല്ലാത്തൊരു മണം എന്ന് വരുൺ ചോദിക്കുന്നു. അത് പെട്ടെന്ന് ഞാൻ നിലവിളിച്ചപ്പോൾ ഈ മണ്ണിനെ എടുത്ത് അവൾ കയ്യിലടിച്ചതാണ്. കൈ മുറിഞ്ഞ ഒരാൾ ബഹളം വെക്കുമ്പോൾ ചെടിയിൽ അടിക്കുന്ന മരുന്നല്ല ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് അബദ്ധം പറ്റിയതല്ല, മനഃപൂർവ്വം ചെയ്തതാ എന്നൊക്കെ വരുൺ പറയുന്നു. ഞാൻ എന്ത് ചെയ്താലും വരുണിനെന്താ? ഇത് ഞങ്ങൾ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമായത്, ഞങ്ങൾ തീർത്തോളാം എന്ന് പ്രിയങ്ക പറയുന്നു. തീർത്തോ? അത് ഇവിടെ വെച്ച് വേണ്ട എന്ന് പറയുകയാണ് വരുൺ. എന്നിട്ട് രാധികയുടെ കൈ പിടിച്ചിങ്ങനെ കഴുകി കൊടുക്കുന്നുണ്ട്. രാധികയ്ക്കാണെങ്കിൽ നന്നായി വേദനിക്കുന്നുണ്ട്. കഴുകി കൊടുത്തതിന് ശേഷം പത്മിനി പറയുന്നുണ്ട്, ഇനി അകത്തേക്ക് പോയി ഓയിൽമെൻറ്റ് ഇട്ടോളൂ എന്ന്. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് വളരെയധികം ദേഷ്യമാണ് വരുന്നത്. രാധിക അകത്തേക്ക് പോയ സമയം വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നുണ്ട്. രാധിക സ്കൂളിലേക്ക് പോയിട്ട് വരുന്നപ്പോൾ വേഷം പോലും മാറാതെ എന്തിനായിപ്പോൾ ഇത് ചെയ്യിപ്പിച്ചത്? ഇതെല്ലാം കരുതിക്കൂടി ചെയ്യിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് വരുൺ. വരുൺ നീ അകത്തേക്ക് പോയെന്ന് പത്മിനി വരുണിനോടും പറയുന്നു. വരുൺ പോയതിനു ശേഷം പത്മിനിയോട് പറയുകയാണ് പ്രിയങ്ക, കണ്ടോ അമ്മേ, ഈ കുഴിയിൽ എങ്ങനെയാ കുപ്പിച്ചില് വന്നതെന്ന് എനിക്കറിയില്ല. പത്മിനി പറയുന്നു, ഒരാൾ നമ്മളെ സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല മോളെ. സംശയം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. രാധിക ഒരു പാവം കുട്ടിയാണ്. എന്തിൻ്റെ പേരിലായാലും അവളെ ദ്രോഹിക്കണമെന്ന് തോന്നിയാൽ അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പത്മിനിയും അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ രാധിക ആ മുറിവ് നോക്കിയിരിക്കുകയാണ്. ഈ സമയം വരുൺ അവിടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടെൻഷനോടെ രാധിക ചാടി എണീക്കുമ്പോൾ വരുൺ പറയുന്നു, അയ്യോ ആരെങ്കിലും കാണും എന്ന് പറയാൻ നിൽക്കേണ്ട, അവിടെ എങ്ങും ആരുമില്ല. വരുൺ ഇവിടുന്ന് പോവാനല്ലേ പറഞ്ഞത് എന്നൊക്കെ രാധിക പറയുമ്പോൾ കൈ വേദനയുണ്ടോ എന്ന് വരുൺ ചോദിക്കുന്നു. അയ്യോ ആരെങ്കിലും കാണുമെന്ന് പോ എന്ന് വീണ്ടും രാധിക പറയുമ്പോൾ കൈ വേദനയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്ന് വരുൺ പറയുന്നു. ഇച്ചിരി കുറവുണ്ട് എന്ന് രാധിക പറയുന്നുണ്ട്. പ്രിയങ്ക കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഉറപ്പല്ലേ? തന്നെ വേദനിപ്പിക്കാൻ കരുതിക്കൂട്ടി ചെയ്തതാ, എന്നിട്ട് താനെന്താ പ്രതികരിക്കാതിരിക്കുന്നത്?
എടോ താൻ എന്തിനാ ഇങ്ങനെ പാവമാവുന്നത്? എടോ അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കാൻ പഠിക്കണം, അല്ലാതെ ഇങ്ങനെ പാവം ആവരുത് എന്ന് വരുൺ പറയുമ്പോൾ ചിരിക്കുകയാണ് രാധിക. എന്തിനാ ഇപ്പോൾ താൻ ചിരിക്കുന്നത് എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എനിക്ക് അവളോടുള്ള കടപ്പാട് എന്താണെന്ന് അറിയാമോ? എന്നെ വളർത്തിയത് അവളുടെ അച്ഛനും അമ്മയുമാണ്. അവൾക്ക് കിട്ടേണ്ട സ്നേഹത്തിന്റെ പകുതിയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഒരു പക്ഷേ അവളേക്കാൾ കൂടുതൽ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവളും കൂടി അത് വിട്ടു തരുന്നതല്ലേ? അപ്പോൾ ഇത് എൻ്റെ കടമയല്ലേ എന്നൊക്കെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, ഇങ്ങനെയാണോ കടം വീട്ടേണ്ടത്? ഇങ്ങനെ പോയാൽ നാളെ അവൾ തന്നെ കൊന്നാലോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ പുഞ്ചിരിയോടെ രാധിക പറയുന്നു, ഞാൻ സഹിക്കുമെന്ന്. താൻ എന്താണോ ഈ പറയുന്നത് എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളെ ഓർത്ത് എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാനും എന്നോട് സംസാരിക്കാതിരിക്കാനും. താൻ തൻ്റെ കടമ ചെയ്തോ, പക്ഷെ അതിൽ ഞാൻ പങ്കാളിയാവില്ല. എടോ എനിക്ക് കടവും കടപ്പാടും ഒക്കെ തന്നോടാണ്, എൻ്റെ ഭാര്യയോടെന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുന്നു. രാധിക പെട്ടെന്ന് മാറിയിട്ട് പറയുന്നുണ്ട്, ഇത് പറയാനാണോ രാത്രി ആരും കാണാതെ എൻ്റെ അടുത്തേക്ക് വന്നത്? വെളിച്ചത്ത് നിർത്തി എല്ലാവരും കാണുകയെ പറയണമെന്നുണ്ട് എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു, ഞാൻ ചത്ത് കളയുമെന്ന്. പിന്നെയും രാധികയെ ചേർത്ത് പിടിക്കുകയാണ് വരുൺ. ചാകുവോ, എന്നെ തനിച്ചാക്കി താൻ മരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ. എന്നിട്ട് പറയുന്നു, മരണത്തിന് പോലും തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന്. മുറിവ് പെട്ടെന്നുണങ്ങാൻ ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ കയ്യിലേക്ക് ഒരു ചുംബനം കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് ഉണങ്ങിക്കോളും, നല്ല മരുന്നാണ്, അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വരുൺ പോകുമ്പോൾ ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് രാധിക. വരുൺ ചുംബനം വെച്ച ആ കയ്യിൽ നോക്കി ഒരു പുഞ്ചിരിയുമായി ഇരിക്കുകയാണ് രാധിക. ശേഷം കാണിക്കുന്നത് കൽപ്പനയുടെ അരികിലേക്ക് ഗൗതം വന്നിട്ട് പറയുന്നു, ഇപ്പോൾ എന്നോട് ഒരുമിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ല അല്ലേ എന്ന്. എന്നാൽ ഇത് കേട്ട് കൽപ്പന പറയുന്നു, ആര് പറഞ്ഞു? നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഒരുമിക്കാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? പക്ഷേ എന്ത് ചെയ്താലും തോറ്റു പോകുന്നു, പിന്നെ മനസ്സെങ്ങനെയാണ് നേരെ നിൽക്കുന്നത് എന്നും കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നു, ഈ പത്രവാർത്തകളിലൊക്കെ കേൾക്കാറില്ലേ, ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടി 2-3 പേരെ കൊന്നു എന്ന്. ഞാൻ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരുമോ? വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അങ്ങനെ വല്ലതും വേണ്ടി വരും. ജീവിതം പാഴായിക്കൊണ്ടിരിക്കുകയാണ്, നേരം വെളുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, രാത്രിയാകുന്നു, അല്ലാതെ പിന്നെന്താ എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നു, നിരാശപ്പെടേണ്ട, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളെ തേടി വരും, അല്ലെങ്കിൽ നമ്മളതിനെ തേടി പിടിക്കുമെന്ന് പറഞ്ഞ് കൽപ്പനയെ ചേർത്ത് പിടിക്കുകയാണ് ഗൗതം. ഒരാളെയും പേടിക്കാതെ ഇങ്ങനെ സ്വന്തമായിട്ട് എന്നാണെന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നെ ഗൗതം പറയുമ്പോൾ എന്നിട്ട് കൽപ്പനയെ ചേർത്ത് പിടിക്കുകയാണ്. ഇതേ സമയം സൂര്യ അവിടേക്ക് വരുന്നുണ്ട് വീൽചെയറിൽ. ഏട്ടൻ കാണുമോന്നാ എൻ്റെ പേടിയെന്ന് ഗൗതം പറയുന്നു. താഴെ വീൽചെയറിൽ ഇരുന്ന് ഉരുളാൻ പോലും അയാൾക്ക് ശേഷിയില്ല, പിന്നെയാണോ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നും കൽപ്പന പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയം അവിടേക്ക് വന്നിരിക്കുകയാണ് സൂര്യ. ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് സൂര്യ മുന്നിൽ നിൽക്കുന്നത് ഗൗതമും കൽപ്പനയും കാണുന്നു. വളരെ ദേഷ്യത്തോടെ സൂര്യ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. ദേഷ്യത്തോടെയും കണ്ണീരോടെയും ഇരിക്കുകയാണ് ഇപ്പോൾ സൂര്യ. പെട്ടെന്ന് തന്നെ ഗൗതം അവിടെ നിന്ന് പോകുന്നു. വളരെ ദേഷ്യത്തോടെ ഗൗതമിനെ നോക്കുന്നുണ്ട് സൂര്യ. എന്നിട്ട് ഇപ്പോൾ കൽപ്പനയെ നോക്കുന്നു. ഞാൻ എന്തൊക്കെയോ ഓർത്ത് പെട്ടെന്ന് കരഞ്ഞുപോയി. അത് കണ്ടപ്പോൾ ഗൗതം എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു എന്നെ കൽപ്പന പറയുമ്പോൾ സൂര്യ പറയുന്നു, താഴത്തെ നിലയിലിരുന്ന് ബോറടിച്ചപ്പോൾ മുകളിലത്തെ നിലയിൽ കയറ്റി തരാൻ ബിജുവിനോടും വരുണിനോടും ഞാൻ പറഞ്ഞതാ. ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് കാണില്ലായിരുന്നു. ഒന്നിനും ശേഷിയില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഒരു പെണ്ണിനും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഒരു പക്ഷേ താൻ മറ്റാരെങ്കിലും തേടി പോയിരുന്നാൽ പോലും ഞാനത് നേരിട്ട് കണ്ടാൽ പോലും ഞാനൊന്നും പ്രതികരിക്കില്ലായിരുന്നു. ഇത് നമ്മുടെ വീടല്ലേ, അവൻ എൻ്റെ അനുജനല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുകയാണ് സൂര്യ. വരുണിനെ പോലെയല്ലേ അവൻ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൽപ്പന ഒന്നും നടക്കാത്ത രീതിയിൽ പറയുന്നു, നിങ്ങൾ ഇനി ഇത് പറഞ്ഞ് വലുതാക്കാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിച്ചില്ലെന്ന്. എൻ്റെ ശരീരമേ തളർന്നിട്ടുള്ളൂ, മനസ്സ് തളർന്നിട്ടില്ല, കണ്ണിന് കാഴ്ച പോയിട്ടില്ല. ചെയ്തതും പറഞ്ഞതുമെല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് കൽപ്പന. എന്നിട്ട് നീ നിന്നെ ന്യായീകരിക്കുകയാണോടി? ഇതിനേക്കാൾ ഭേദം നിനക്ക് എന്നെ അങ്ങ് കൊന്നൂടായിരുന്നോ? ഇത് കേട്ട് ദേഷ്യത്തോടെ കൽപ്പന പറയുന്നു, കൊല്ലാൻ നോക്കിയാലും ചാകില്ലല്ലോ നിങ്ങൾ. ഇത് പറയുമ്പോഴും വളരെ വിഷമത്തോടെ അവിടെ ഇരുന്ന് കരയുകയാണ് സൂര്യ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.